റങ്ങിലേക്ക് വരാം. വീട്ടിൽ രണ്ടുപേർക്കുള്ള മറുപടി. ഞാൻ വേണു സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പ്രകാശൻ മാസ്റ്റർ ഇടപെട്ട് വേണുവിനെ തടസ്സപ്പെടുത്തുന്നു, നിരന്തരമായിട്ട് കലഹിക്കുന്നു നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ BJPയുടെ പ്രതിനിധി ശിവശങ്കർ സംസാരിക്കുമ്പോൾ പ്രകാശൻ മാസ്റ്റർ അത്തരത്തിൽ ഇടപെട്ടതേ ഇല്ല. ഇനി അദ്ദേഹത്തിന് അവസരം കിട്ടുമ്പോൾ അദ്ദേഹം പറയുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇപ്പോഴും. കാരണം അങ്ങേയറ്റം നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ് ശ്രീ ശിവശങ്കർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. LDFന്റെ കൺവീനറായ ശ്രീ EP ജയരാജൻ അവിടെ നിന്ന് മാറുകയാണെങ്കിൽ ഞങ്ങൾ കൈനീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ അദ്ദേഹത്തിന് അഭയം കൊടുക്കാൻ തയ്യാറാണ് എന്ന് BJPയുടെ ഒരു പ്രതിനിധി ഈ ചാനൽ ചർച്ചയിൽ CPMന്റെ LDFന്റെ കൺവീനറെ കുറിച്ച് പറയുന്നത് ഞാൻ ഒരിക്കലും ആഹ്ലാദത്തോടു കൂടി കേട്ടിരിക്കുന്ന ആളല്ല. കാരണം CPMൽ നിന്ന് അങ്ങനെ ആരെങ്കിലും പോയാലും അവർ BJPയിൽ എത്തരുത് എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പ്രകാശനെ പോലുള്ള ആളുകൾക്ക്, CPMന്റെ ആളുകൾക്ക് കോൺഗ്രസിൽ നിന്ന് ഒരു പ്രസക്തിയുമില്ലാത്ത ഏതെങ്കിലും ചില വ്യക്തികൾ പോകുമ്പോൾ ഉള്ള അമിതാഹ്ലാദം അദ്ദേഹം ഇങ്ങനെ പല തവണ ആവർത്തിച്ചു. ഞങ്ങൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങളിൽ നിന്ന് പോകുന്നത് ഒന്നോ രണ്ടോ വ്യക്തികളാണ്. സ്വന്തം ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിനെ പോലും കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ ഒറ്റപ്പെട്ട രീതിയിൽ തിരസ്കൃതരായിട്ടാണ് അവർ പുറത്തു പോകുന്നത്. അവർ പുറത്തു പോയതിനു ശേഷവും അവർക്ക് സ്വന്തം സ്ഥലത്ത് പോലും പ്രചരണത്തിന് ഒരു പ്രസക്തിയില്ല എന്നുള്ള അത് ചെന്ന് കയറുന്ന ആളുകൾക്ക് അടക്കം മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ തൃശ്ശൂരിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പോയി എന്ന് പറയപ്പെടുന്ന വനിതാ നേതാവിനെ അവരുടെ സ്വന്തം നാട്ടിൽ പ്രചരണത്തിന് ഇറക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നല്ലോ BJPയുടെ പുതിയ തീരുമാനം. അപ്പോൾ അത്രയേ പ്രസക്തിയുള്ളൂ. പക്ഷേ ഞാൻ ശ്രീ പ്രകാശിന്റെ അറിവിലേക്ക് വേണ്ടി വീണ്ടും ഞങ്ങൾ സ്ഥിരമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ കണക്കുകൾ സഹിതം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് പോകുന്നത് ഒരു പാർട്ടി മുഴുവനാണ്. നിങ്ങളുടെ അണികൾ മുഴുവൻ കൂട്ടത്തോടെ ഒലിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് ബംഗാൾ എന്ന് പറയുന്ന നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് അധികാരം നഷ്ടപ്പെടുന്നത് 2011-ലാണ്. അധികാരം നഷ്ടപ്പെടുന്ന ആ വർഷത്തിൽ പോലും നിങ്ങൾക്ക് അവിടെ 30.08% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. 30% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. എന്നാൽ ഈ 10 വർഷത്തിന് ശേഷം 2021 വീണ്ടും അവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടുത്തെ നിങ്ങളുടെ വോട്ട് ഷെയർ 4.73%. 30% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു നിങ്ങളിൽ നിന്ന് 25% വോട്ടും പുറത്തുപോയി. ഞങ്ങൾക്കും അവിടെ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ വോട്ട് സ്വാഭാവികമായിട്ട് പോയിട്ടുണ്ടാവുക മുൻ കോൺഗ്രസ്സുകാരി കൂടിയായിട്ടുള്ള മമതാ ബാനർജിയുടെ അടുക്കിലേക്കാണ്. മമതാ ബാനർജി അവിടെ BJPയെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് ഭരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ വോട്ട് മുഴുവൻ പോയിരിക്കുന്നത് BJPയിലേക്കാണ്. നിങ്ങളുടെ ഏറ്റവും ശക്തമായിട്ടുള്ള കാലം വരെ നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇത് തന്നെയാണ്. ഞാൻ ആ കണക്ക് മൊത്തം അവതരിപ്പിച്ചോട്ടെ. ത്രിപുരയിലും ഇത് തന്നെയാണ്. ഒറ്റപ്പെട്ട ആളുകൾ അങ്ങോട്ട് പോകുന്നുവെന്ന് ഇതിപ്പോ CPMന്റെ ചോദ്യമല്ല. ഞാനൊന്ന് പറഞ്ഞ് ഈ കണക്കൂടി പറഞ്ഞ ഞാനിത് പറഞ്ഞോട്ടെ. 2018 ത്രിപുരയിൽ CPMനുണ്ടായിരുന്ന വോട്ട് ഷെയർ 42.22%. നിങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന, പരാജയപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ പോലും 5 വർഷത്തിന് ശേഷം 2023 കഴിഞ്ഞ വർഷം അവിടെ ഇലക്ഷൻ നടന്നപ്പോൾ 42% ഉണ്ടായിരുന്ന നിങ്ങളുടെ വോട്ട് ഷെയർ 24%, ഏതാണ്ട് പകുതിയിലേക്ക് കുറയുകയാണ്. അവിടുത്തെ സഖാക്കൾ മുഴുവൻ കൂട്ടത്തോടെ കാടുകളിൽ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി ഓഫീസുകൾ തന്നെ നേരിട്ട് BJPയുടെ ഓഫീസുകളായി മാറുകയാണ്. ഒരു പ്രദേശം മുഴുവൻ BJPയിലേക്ക് ഒലിച്ചു പോവുകയാണ്. അപ്പോൾ ഇതിൽ ആഹ്ലാദിക്കേണ്ട കാര്യമല്ല മിസ്റ്റർ പ്രകാശൻ. BJP അവരുടെ എല്ലാ സന്നാഹങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രീതിയിൽ ഇന്ത്യയിലെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ വേണ്ടി അവർ എങ്ങനെയാണ് ധനസമാഹരണം നടത്തുന്നത് എന്നതിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ തൊട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സാന്റിയാഗോ മാർട്ടിൻ അടക്കമുള്ള നിങ്ങൾക്കൊരു കാലത്ത് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്ന വൻകിട ആളുകളൊക്കെ, വലിയ വലിയ പണച്ചാക്കുകൾ, ലോട്ടറി രാജാക്കന്മാർ ഇന്ന് BJPക്ക് 1368 കോടി രൂപ സംഭാവന നൽകുകയാണ് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ. ഈ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഒരു MLA പോലും ഇല്ലെങ്കിലും അവിടെ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്ന ആത്മവിശ്വാസത്തിലേക്ക് BJP മാറിയത്. ഏതാണ്ട് അതേ അവസ്ഥയാണ് കേരളത്തിൽ BJPക്ക് ഒരു MLA പോലും ഔപചാരികമായിട്ടില്ല. പക്ഷേ BJPയുടെ അജണ്ട മുഴുവൻ വളരെ കൃത്യമായി നടക്കുന്ന ഒരു സംസ്ഥാനമായി ഈ കേരളം മാറുന്നു എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, ഒരു സെക്കൻഡ് വീറ്റി, രണ്ട് കാര്യങ്ങൾ അതിലുണ്ട്. ഞാൻ അവസാനിപ്പിച്ചു. ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വെല്ലുവിളിക്കുകയാണ്. CAA ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടപ്പാക്കുന്നുണ്ട് എങ്കിൽ അതിൽ ആദ്യം നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെയും CPMനെയും ഇവരെ മുഴുവൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാവുന്നത് BJPക്ക് പിണറായി വിജയൻ വ്യക്തികളല്ലേ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ, അവിടെ നിന്ന് വ്യക്തികൾ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ സ്ഥിരമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ന്യായവാദം. പക്ഷേ
അത് അങ്ങ് പറഞ്ഞല്ലോ, ഒരു പ്രസ്താവന ഉണ്ടാക്കുന്ന ഡാമേജ് അത് സംഭവിച്ചു കഴിഞ്ഞുവെന്ന്. എന്ന പോലെ ഈ ചേരിമാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും ഒരു ഡാമേജാണ്, അതും സംഭവിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും തെളിമയുറ്റ ഉദാഹരണമാണ് കേരളത്തിൽ ഈ പറയുന്ന മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ആശങ്ക. അതിൻ്റെ നേർചിത്രമാണ് സുപ്രഭാതം അതിൻ്റെ മുഖപ്രസംഗത്തിലൂടെ വരച്ചു കാട്ടുന്നത്, അല്ലേ? രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഈ പറയുന്ന പ്രവണത തടയുവാൻ വേണ്ടി നിങ്ങളൊരു 5 അംഗ സമിതിയെ ഉണ്ടാക്കി. 1 വർഷത്തിനകം എന്താണ് സംഭവിച്ചത്? അതിൻ്റെ അധ്യക്ഷൻ തന്നെ അപ്പുറത്തേക്ക് പോകുന്ന അവസ്ഥ. അപ്പം നിങ്ങൾ ആരെയാണോ ഇതിൻ്റെ സംരക്ഷകരായി കാണുന്നത്, അവർ തന്നെ അതിനകത്തെ ഏറ്റവും വലിയ ഏറ്റവും ഭീകരമായി അതിനെ വഞ്ചിക്കുന്ന ആളുകളാകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് യഥാർത്ഥ മതേതര ബോധത്തോടെ നിൽക്കുന്നവർ എന്ന്. ഇനി രണ്ടാമതായി, ഈ ആദ്യഘട്ടത്തിലൊക്കെ ഈ മുഖപ്രസംഗത്തിൽ ഇങ്ങനെ ഓരോരുത്തർ പോകുന്നു എന്ന് മാത്രം, എല്ലും കഷ്ണം കണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ നിങ്ങളെ അതെങ്ങനെ ബാധിക്കുന്നു എന്നൊരു വാചകമുണ്ട്. അതിതാണ്: അപ്പക്കഷ്ണം കാണുമ്പോൾ ആർത്തി പൂണ്ടോടുന്ന നേതാക്കളുള്ള പാർട്ടിയോട് ജനങ്ങൾക്ക് അകൽച്ച തോന്നുക സ്വാഭാവികം. എന്താ ഇതിൻ്റെ മറുപടി? ഇതിനിപ്പോൾ CPM-നെ കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. ഇല്ല, കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയായി അതിനെ മുഴുവൻ സ്വാംശീകരിക്കുന്ന ഒരു പ്രയോഗമായിട്ട് അതിനെ ഞാൻ നോക്കിക്കാണുന്നില്ല. തീർച്ചയായിട്ടും അതിൽ ആശങ്കപ്പെടാം, അതിനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം ഉയർന്നു വരുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്യണം. പക്ഷെ അതിനേക്കാൾ വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരു ഭരണകൂടം ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് ഈ പറയുന്ന മുസ്ലിം മത ന്യൂനപക്ഷം അടക്കമുള്ള മുഴുവൻ മതേതര ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് മതനിരപേക്ഷതയുടെ ജീവവായു ഈ 2 പ്രസ്ഥാനങ്ങളിലുമുണ്ട്. അങ്ങനെയല്ല BJP-യിലേക്കുള്ള പോക്ക്. അതുകൊണ്ട് താങ്കൾ ഈ പറയുന്ന ഇവിടുത്തെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടൊരു സമീകരിക്കലുണ്ടല്ലോ, അത് മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് പോലും ദഹിക്കാത്തതാണ്. VT, നിങ്ങൾ ആവർത്തിച്ച് ചോദ്യം ചോദിച്ചാൽ ഞാൻ ആദ്യത്തെ ഉത്തരം പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഉത്തരത്തിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഉത്തരം കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുക. ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല LDF, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM, അതിൻ്റെ സർക്കാർ. കാരണം ഒരു ഭാഗത്ത് CAA ഞങ്ങൾ നടപ്പാക്കില്ല, ഞങ്ങൾ CAA-ക്കെതിരാണ്, CAA-ക്കെതിരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്നതിന് അനുകൂലമാണ് എന്ന് പറയുമ്പോൾ 5 വർഷമായിട്ട് വേണു ഈ CAA-ക്കെതിരെ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ സമാധാനപരമായ പ്രതിഷേധം, ഭരണഘടനാപരമായ പ്രതിഷേധം, ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും അംബേദ്കറുടെയും പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമാധാനപരമായ പ്രതിഷേധ യോഗങ്ങളുടെ പേരിൽ 835 കേസുകൾ പിണറായി വിജയൻ എടുത്തിട്ട് വെറും 30ഓളം കേസുകൾ മാത്രമാണ് പിൻവലിച്ചിട്ടുള്ളത്. 6800-ലധികം ആളുകൾ ഇപ്പോഴും ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇതാ 2ാം ഘട്ട കേസെടുത്തു. ഞാൻ അടക്കമുള്ള ആളുകൾ ഈ പുതിയ ബാച്ച് ഓഫ് കേസസിൽ പ്രതികളാണ്. അപ്പോൾ ഇങ്ങനെ BJP എന്താണ് ആഗ്രഹിക്കുന്നത് നടത്തിക്കൊടുക്കുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ മാറുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ യാതൊരു പ്രസക്തിയുമില്ലാത്ത ചില വ്യക്തികൾ മാറുന്നു. ഇത് കോൺഗ്രസിന്റെ ഒരു ക്രെഡിബിലിറ്റി പ്രശ്നമായിട്ട് ഇവിടെ ഒരാളും കാണുന്നില്ല. അത് CPM-ന്റെ ഒരു നെറേറ്റീവാണ്, CPM-ന്റെ അമിതാഹ്ലാദമാണ്. CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ വരെ നിങ്ങൾ കേട്ടതില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ തിരിച്ചു ചോദിച്ചു, അദ്ദേഹം പച്ച നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ CAA സമരത്തിൽ, CAA ഇന്ത്യയിൽ പാർലമെന്റിൽ ചർച്ച ചെയ്തപ്പോൾ അവിടെ മുഴങ്ങിക്കേട്ട ഏക ശബ്ദം ആരിഫിൻ്റെതാണ് എന്ന് പറഞ്ഞ് പച്ച നുണ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗികമായി പത്രസമ്മേളനം വിളിച്ച് നിങ്ങളുടെയൊക്കെ മുമ്പിൽ നീട്ടിപ്പരത്തി എഴുതി കൊണ്ടുവന്ന് വായിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും അതിൽ ചോദ്യം ചെയ്യാൻ തയ്യാറായോ? ഏറ്റവും ആർജവത്തോടു കൂടിയുള്ള പ്രതികരണം എവിടെ നിന്നാണ് ഉണ്ടായത്? ഈ പറയുന്ന ശശി തരൂരിന്റെ അന്നത്തെ പ്രസംഗം നിങ്ങൾ കേട്ടതല്ലേ? ET മുഹമ്മദ് ബഷീറിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടതല്ലേ? PK കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടൽ നിങ്ങൾ കേട്ടതല്ലേ? കോൺഗ്രസിന്റെ മുഴുവൻ അംഗങ്ങളടക്കം UDF-ലെ മുഴുവൻ അംഗങ്ങളും ആ നിയമത്തെ എതിർത്ത് ശക്തമായി വോട്ട് ചെയ്ത് പ്രതിപക്ഷ ധർമ്മം നിർവഹിച്ചതല്ലേ? എന്നിട്ട് അതല്ലാത്ത രീതിയിൽ മറ്റു രീതിയിൽ നുണ പറഞ്ഞ് ഇവിടെ വോട്ട് ചെയ്തത് ആരിഫ് മാത്രമാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിൽ നുണപ്രചരണം നടത്തുമ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം അതിനെ കൂട്ടുനിന്നുകൊണ്ട് മൗനം പാലിക്കുകയായിരുന്നു എന്നുള്ളൊരു വിമർശനം കൂടി ഞാൻ ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്കടക്കം മുസ്ലിങ്ങളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ ഈ മണിപ്പൂരിൽ വേട്ടയാടപ്പെടുന്ന ആളുകളും കേരളത്തിലും ഇന്ത്യയിലും
രാജ്യത്തുടനീളം ന്യൂനപക്ഷമായതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന മുഴുവൻ ആളുകളും പ്രതീക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദിയെ ആർക്കാണ് താഴെ ഇറക്കാൻ സാധിക്കുക എന്നുള്ള. നിങ്ങൾ പറഞ്ഞു ശരിയാണ്, ഞങ്ങൾക്ക് ഒറ്റയടിക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ള അമിതമായിട്ട് ഒരു അവകാശവാദവും ഇല്ല. വളരെ ബുദ്ധിമുട്ടാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ആർക്കെങ്കിലും അത് സാധിക്കുമെങ്കിൽ അത് ഞങ്ങൾക്കേ സാധിക്കുള്ളൂ. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി പരമാവധി ശക്തി സമാഹരിച്ച് അന്തിമ പോരാട്ടത്തിന് മുന്നോട്ട് പോവുക എന്നുള്ള ഞങ്ങളുടെ നിയോഗവുമായിട്ട് ഞങ്ങൾ ചുവടുവെക്കുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ അസൂയ പൂണ്ട്, അതിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനെ വിശ്വസിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, കോൺഗ്രസ് നാളെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രചരണം ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് കേരളത്തിലെ വിവേകശാലികളായിട്ടുള്ള വോട്ടർമാർക്ക് മനസ്സിലാവും വേണം. ശരി, ഞാൻ ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളിലേക്ക്.